ഒരു വീട്ടിക്കാന്ന് പറഞ്ഞു. കുട്ടികൾ ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾ ഒന്നടങ്കം ഇത്തരത്തിൽ കടുവയെ കണ്ടു എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് ഈ പഞ്ചാരക്കൊല്ലിയിലെ തന്നെ ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ട് സമീപത്തുള്ള കാപ്പിത്തോട്ടമുണ്ട്. ആ കാപ്പിത്തോട്ടത്തിന് പിന്നിലായിട്ടുള്ള ഒരു വീടിന് സമീപത്ത് കൂടി കടുവ പോയി കടുവയെ കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം. അതൊരു സൂചന മാത്രമാണ്. പക്ഷെ അങ്ങനെ കണ്ടതായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊന്നും അക്കാര്യത്തിൽ ഒരു തീർപ്പ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ കണ്ടതായിട്ട് ജനവാസ മേഖലയിൽ കണ്ടു എന്ന് ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കണ്ടു എന്നാണ് അവർ പറയുന്നത്. അതോടുകൂടി തന്നെ ഈ കാപ്പിത്തോട്ടത്തിലേക്കടക്കം ജനങ്ങൾ ഇറങ്ങി ആ രീതിയിൽ തിരയുന്ന ഒരു സാഹചര്യവുമാണ് നിലവിൽ ഉള്ളത്. ഒന്നടങ്കം അതായത് അരുൺ സക്കരിയയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമൊക്കെ ഇവിടെ ഉണ്ട്. അവരും പരിശോധനയും മറ്റും ഒക്കെ നടത്തി വരികയുമാണ്. കണ്ടത് ഇവിടെ ഉണ്ടായിരുന്നു. സ്കൂട്ടിയിലാ പോയത്. അവര് കണ്ടു എന്നാണോ പറഞ്ഞത്? അവര് കണ്ടറിയില്ല, അവര് അങ്ങോട്ട് പോയില്ല. കുട്ടികൾ പറയുന്ന കാര്യമാണ് അക്ഷയ. അവർ കണ്ടു. അതായത് സ്കൂട്ടറിൽ അതുവഴി പോയ 3 ആളുകൾ കണ്ടു എന്നുള്ള രൂപത്തിലാണ് അവർ പറയുന്നത്. അതൊരു വിവരം മാത്രമാണ്. നമുക്കത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷെ അത് കേട്ട ഉടനെ തന്നെ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഈ കാപ്പിത്തോട്ടത്തിലേക്കും മറ്റുമൊക്കെ ഇറങ്ങി കടുവയുണ്ടോ, കടുവയെ തിരയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ രൂപത്തിൽ പരക്കെ തിരച്ചിൽ എന്ന ഒരു രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എത്രത്തോളം സുരക്ഷയുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. കാരണം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. കാരണം ജനങ്ങൾ ഇറങ്ങിയത് കൊണ്ടുമാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഇറങ്ങി അവരെ അവിടുന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതാ പോലീസ് ഈ കാപ്പിത്തോട്ടത്തിലേക്ക്, അതായത് ജനങ്ങൾ ഒന്നടങ്കം ഈ ഭാഗത്തേക്ക് കടുവ എത്തി എന്നുള്ളൊരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാപ്പിത്തോട്ടത്തിലേക്ക് ഒന്നടങ്കം ഇപ്പോൾ ജനങ്ങൾ ഇറങ്ങിയതിന് പിന്നാലെ തന്നെ പോലീസും എല്ലാം എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. കാരണം വളരെ ഭീതിതമായ ഒരു അവസ്ഥയാണ്. കാരണം കടുവയെ കണ്ടു എന്ന് പറയുന്നു, എന്നാൽ കടുവ എവിടെയാണുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ആ തരത്തിൽ തന്നെ ഭീതിതമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പറഞ്ഞത് കുട്ടികളാണ്. കുട്ടികൾ പറയുന്ന കാര്യമാണ്. 3 പേർ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ഈ കാപ്പിത്തോട്ടത്തിന് പിറകിലുള്ള ഒരു വീടിന്റെ വശത്തുകൂടെ കടുവ പോകുന്നതായി കണ്ടു എന്നാണ് അവർ പറയുന്ന ഒരു കാര്യം. അത് പക്ഷേ ആ തരത്തിൽ സ്ഥിരീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു വ്യക്തതയില്ല. കാരണം കണ്ടു എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നതെങ്കിലും അതിനെ ആ തരത്തിൽ ഗൗരവത്തിൽ എടുക്കുന്നുണ്ടല്ലോ അല്ലെ. ഇപ്പോൾ അവിടെ ആ തെരച്ചിൽ നടത്താൻ ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നതുകൊണ്ട് അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കഴിഞ്ഞ ദിവസം കടുവ ആക്രമിച്ച സ്ഥലത്ത് നിന്ന് എത്ര ദൂരം മാറിയിട്ടാണ്, എവിടെയാണിത്, കൃത്യമായിട്ട് സ്ഥലം ഏതാണ്? അതായത് നമ്മൾ ഇപ്പോൾ പ്രതിഷേധമൊക്കെ കണ്ട ബേസ് ക്യാമ്പ് ഓഫീസുണ്ട്. അതിന് തൊട്ടു പിന്നിലാണ് ഒരു കൂട് സ്ഥാപിച്ചു. നേരത്തെ നമ്മൾ ഇന്നലെ കടുവ ആക്രമിച്ച അവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു 200-300 മീറ്റർ മാറിയിട്ടാണ് ഇപ്പോൾ ഈ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. കാപ്പിത്തോട്ടമാണ്, നിറയെ കാപ്പിത്തോട്ടമാണ്. അതിനു പിൻഭാഗത്തുള്ളൊരു വീട്, ആ വീടിന്റെ വശത്തോടു കൂടി പോയി എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. അതിനോടൊപ്പം തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ നാട്ടുകാർ അടങ്കം, ഇവിടെ പ്രതിഷേധത്തിൽ എത്തിയിരുന്ന നാട്ടുകാർ ഒന്നടങ്കം ഇങ്ങോട്ടേക്ക് ഇറങ്ങി കടുവക്കായുള്ള തിരച്ചിൽ, കടുവയെ കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ആ തിരച്ചിൽ നടക്കുകയാണ്. ഈ കാപ്പിത്തോട്ടവും കഴിഞ്ഞ് കടുവയെ കണ്ടു എന്ന് കുട്ടികൾ പറയുന്ന സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥർ തന്നെ, പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തന്നെ അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത് നമുക്ക് കാണാനാകും. ഇംതിയാസ് കരിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്, വീണ്ടും കടുവയെ കണ്ടു എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു.